നിങ്ങളുടെ ഉള്ളിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടാകാറുണ്ടോ? നിങ്ങൾ എത്രമാത്രം റിലാക്സ് ചെയ്താലും നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരു പ്രോപ്പർ ആയിട്ട് റിലാക്സേഷൻ ലഭിക്കുന്നില്ലേ? ഇത് നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ശരീരം ഒരുപാട് ടൈറ്റ് ആയിട്ടിരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ ബ്രീത്തിങ് ഷാലോ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അതുപോലെ നിങ്ങളുടെ മസിൽ വീക്ക് ആയിട്ടോ പെയിൻ അനുഭവപ്പെടുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഓവർ തിങ്കിങ് അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും സ്ട്രെസ്സിലാണ് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ? അപ്പോൾ എത്രമാത്രം നിങ്ങൾ റിലാക്സ് എടുത്താലും അല്ലെങ്കിൽ നിങ്ങൾ റിലാക്സ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഉറങ്ങാൻ പോയാലും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഉറക്കം ലഭിക്കുന്നില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ശരീരം പല സിഗ്നലുകൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തില് നിങ്ങളുടെ ശരീരം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ ശരീരത്തിന്റെ ഭാഷ അല്ലെങ്കിൽ ഈ സിഗ്നലുകൾ എന്താണ്? നിങ്ങൾ പലപ്പോഴും പല റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയാവാം. പലരും നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ നിങ്ങൾ അർപ്പിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ ജീവിതത്തില് പല ഗോളുകൾ നിങ്ങൾക്ക് നേടാതെ വരുമ്പോൾ നിങ്ങൾ പൊതുവെ ഒരു ഗിൽറ്റി ഫീലിങ്ങോ അല്ലെങ്കിൽ ഒരു ഭാവിയെ പറ്റിയുള്ള ഭയമോ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് നിങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ ഈ ഇമോഷൻസ് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാതെയും ആകാം. കാരണം സമൂഹം നിങ്ങളെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി എന്നാണ് ലേബൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പോകുമ്പോൾ ഈ വരുന്ന ദേഷ്യമോ അല്ലെങ്കിൽ ഭയമോ അല്ലെങ്കിൽ സ്ട്രെസ്സോ ഒന്നും മറ്റുള്ളവർ മുന്നിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുകയില്ല. അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് സപ്രസ് ചെയ്തുകൊണ്ട് അത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഇമോഷൻസ് നിങ്ങൾക്ക് അത് കോൺസ്റ്റന്റ് സ്ട്രെസ് ആക്കി മാറ്റും. അപ്പോൾ ശരീരം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിഗ്നലുകൾ തരും. ഈ സിഗ്നലുകൾ ഒരു മസിൽസ് ടെൻഷൻ ആവാം, അല്ലെങ്കിൽ ഷാലോ ബ്രീത്തിങ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റൊമക്ക് വളരെ ഹെവി ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയുന്ന ഒരു പ്രത്യേകതരം ലാംഗ്വേജ് ആണ്. നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമാണ് എന്നുള്ള സിഗ്നൽ ആണ് നിങ്ങളുടെ ശരീരം ഇവിടെ കൊടുക്കുന്നത്. ഫോഴ്സ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനെ കാമാക്കുവാനോ അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുവാനോ പറ്റുകയില്ല. അതിനായിട്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് ഈ സിഗ്നലുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ശരീരം നിങ്ങളെ കാണിച്ചു തരുന്നത് എന്ന് മനസ്സിലാക്കണം. അവയർനെസ് ആണ് ആദ്യത്തെ പടി. നിങ്ങൾക്കറിയാമോ, കോൺസ്റ്റന്റ് സ്ട്രെസ്സിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ അലേർട്ട് ആയിട്ടുള്ള ഒരു മോഡിലായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ അലേർട്ട് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എന്തെങ്കിലും അപകടം വരുന്നുണ്ട്, ആ അപകടത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ രക്ഷിക്കണം എന്നുള്ള ഒരു സിഗ്നലാണ് ബ്രെയിൻ നിങ്ങൾക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അലേർട്ട് മോഡിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെയോ മനസ്സിനെയോ കാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അപ്പോൾ ഈ അലേർട്ട് മോഡിൽ നിന്നും നിങ്ങൾ സേഫ്റ്റി മോഡിലേക്ക് മാറണം. ആ സേഫ്റ്റി മോഡിലേക്ക് മാറണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആ ശരീരം കൊടുക്കുന്ന സിഗ്നലിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഹീൽ ചെയ്യണം. ഈ സമയത്ത് പല മോട്ടിവേഷണൽ വീഡിയോസും നിങ്ങൾക്ക് വർക്ക് ആവുകയില്ല. റിലാക്സേഷൻ മെഡിറ്റേഷനോ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസോ നിങ്ങൾക്ക് ചെയ്യാൻ പോലും തോന്നുകയില്ല. നിങ്ങളുടെ മനസ്സ് മറ്റൊരു ഇമാജിനേഷൻ വേൾഡിലായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഓവർ തിങ്കിങ് ഉണ്ടാവാം. അപ്പോൾ ഈ അലേർട്ട് മോഡിൽ നിന്നും നിങ്ങളുടെ ശരീരത്തിനെ സേഫ് ആക്കണമെങ്കിൽ നിങ്ങൾ വളരെ കാമായിട്ടും ജെന്റിലായിട്ടും ഈ കാര്യങ്ങളെ മനസ്സിലാക്കണം. ചിലപ്പോൾ ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ് ആവാം. അത് സ്ലോ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വീക്ക് ആയിട്ടുള്ള ഹീലിംഗ് അല്ല. നിങ്ങൾ സമയം കൊടുത്ത് നിങ്ങളുടെ ശരീരത്തിന്റെ സിഗ്നലുകൾ മനസ്സിലാക്കുക എന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഈ വീഡിയോയിലൂടെ ഒരു ക്വിക്ക് ഫിക്സിംഗ് അല്ല ഞാൻ അർത്ഥമാക്കുന്നത്. പകരം നിങ്ങളുടെ ഇന്റൻഷൻ പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഹീലിംഗ് എന്തിനാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ള ബോധത്തോടുകൂടെ നിങ്ങളുടെ ബോഡി സിഗ്നലുകൾ മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കോൺസ്റ്റന്റ് സ്ട്രെസ്സിൽ നിന്നും നിങ്ങളുടെ ശരീരം തരുന്ന ഈ സിഗ്നലുകൾ ഇതെന്റെ പ്രൊട്ടക്ഷൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങൾ എപ്പോഴും നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കാം, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഗോളുകൾ എനിക്ക് എന്തുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നില്ല? ഞാൻ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു, പക്ഷെ എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവർ എന്നെ അലസന്മാരെന്ന് വിളിക്കുമ്പോൾ ഞാൻ പലപ്പോഴും എന്റെ ഉള്ളിൽ ഒരു സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചെയ്യുന്നത്. പലരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ദുഃഖം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ടത്, എന്റെ ശരീരം ഈ
സിഗ്നലുകൾ വഴി എന്നെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് എന്നാണ്. അപ്പോൾ ആ സെൽഫ് ബ്ലെയിം, സ്വയം കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. ഇതാണ് ഹീലിംഗിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുന്നത് വഴി നിങ്ങൾ പതുക്കെ പതുക്കെ ആ ഹീലിംഗ് ജേർണിയിലേക്ക് നടക്കുവാൻ തുടങ്ങും. അങ്ങനെ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മനസ്സിനെയും നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങളെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീൽ എന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതുപോലെ മൈൻഡ് ബോഡി കണക്ഷനും പല ഹീലിംഗ് ടെക്നിക്കുകൾക്കായിട്ട് നിങ്ങളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുവാനായിട്ട് ഹീലിംഗ് വിത്ത് ജിൻസി സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.